അതിലെൻ്റെ ഇറങ്ങാൻ പോകുന്ന പടമാണ് കിരാത എന്ന് പറഞ്ഞ് റിലീസാകാൻ പോകുന്നത്. ചെയ്തുകൊണ്ടിരിക്കുന്ന കുറച്ചെണ്ണം ഇനി തരാമെന്ന് പറഞ്ഞിരിക്കുന്ന കുറേ പേരുണ്ട്. കാരണം ഞാൻ ആർക്കും ദോഷം ചെയ്യില്ല. എനിക്ക് വേഷം തരുന്നത് ഇപ്പം കിരാത എന്ന് പറയുന്ന ഈ സിനിമയുടെ എനിക്ക് തന്ന പ്രൊഡ്യൂസർ ഡയറക്ടർ അവർ എനിക്ക് തന്ന ആ വേഷം അത് ഞാൻ ചെയ്തു കഴിഞ്ഞിട്ട് പൊടിയും തട്ടി പോകലില്ല. ആ പ്രൊഡ്യൂസർ ഡയറക്ടർക്ക് ആ സിനിമ പ്രൊമോഷൻ നടത്തി ഇതിൻ്റെ കണ്ടന്റുകൾ ജനങ്ങളിലേക്ക് എത്തിച്ച് അത് റിലീസ് ചെയ്യുന്നത് വരെ ഞാൻ കൂടെ നിൽക്കും. അതിനെയാണ് നന്ദി എന്ന് പറയുക. അൽ അമീൻ എന്ന് നമ്മൾ പ്രവാചകനെ പറയുന്ന പോലെ ഞാനൊരു അൽ അമീൻ ആവാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. ഇന്നുവരെങ്കിലും ഞാൻ പറഞ്ഞ ഏതെങ്കിലും വാക്ക് കള്ളമാണെന്നോ ചതിയാണെന്നോ തെറ്റാണെന്നോ മറ്റൊരാളിന് ദോഷം ചെയ്യുന്നതാണെന്നോ കേട്ടിട്ടുണ്ടോ? ബിഗ് ബോസ് സീസൺ 2 എന്നോടൊപ്പമുള്ള ഏതെങ്കിലും മത്സരാർത്ഥികൾക്ക് എതിരെ ഞാൻ അനാവശ്യം പറയുകയോ തെറി വിളിക്കുകയോ ചീത്ത ബഹളം വയ്ക്കുകയോ മോശക്കാരായി അവരെ ഞാൻ ചിത്രീകരിക്കുകയോ അങ്ങനെ നെഗറ്റീവായി എന്തെങ്കിലും ഞാൻ ചെയ്തോ? ഒരെണ്ണമെങ്കിലും മ്യൂട്ട് ചെയ്ത് ബിഗ് ബോസ് ഷോ കാണിച്ചിട്ടില്ല. അത് കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ട് എൻ്റെ കൂടെയുള്ള സഹോദരങ്ങളെ അല്ലെങ്കിൽ മത്സരാർത്ഥികൾക്ക് അവരെ സൈബർ അറ്റാക്ക് ചെയ്യരുത്, സൈബർ ബുള്ളിങ് ചെയ്യരുതെന്ന് ഞാൻ 2 വീഡിയോ ഇട്ടത് എൻ്റെ യൂട്യൂബ് കിടപ്പുണ്ട് ലക്ഷക്കണക്കിന് കണ്ടത് അല്ലേ. അപ്പം നമ്മൾ മറ്റൊരാൾക്ക് ഗുണം ഉണ്ടാകുന്ന രീതിയിൽ പ്രവർത്തിക്കുന്നു. ഇപ്പം കിരാത എന്ന് പറയുന്ന ഈ സിനിമയിലൂടെ പ്രൊഡ്യൂസറും ഡയറക്ടറും കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന മെസ്സേജ് എന്ന് പറയുന്നത് സമൂഹത്തിലെ കുട്ടികൾ, വ്യക്തികൾ അന്ധവിശ്വാസങ്ങളിലും അനാചാരങ്ങളിലും പെട്ടും മറ്റ് രീതിയിൽ കറക്കവും സെലിബ്രേഷൻസ്. ഇപ്പം ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഗോവയിൽ കറങ്ങാൻ പോയി, പക്ഷെ അടിച്ച് ഫിറ്റായി അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ലഹരി കയറ്റിയിട്ട് നേരെ കടലിലേക്ക് എടുത്ത് ചാടുക. കടലിന് അവിടെ സമയം കുഴി ഉണ്ടായിരുന്നു, കടലിൽ പോയി പിന്നെ ഒരിക്കലും തിരിച്ചു വരില്ല അല്ലേ. അപ്പൊ ആഘോഷങ്ങൾ നല്ലതാണ്. അത് ശ്രദ്ധാപൂർവം നമ്മൾ വിനിയോഗിക്കുകയാണെങ്കിൽ നമുക്ക് 100 വർഷം നന്നായിട്ട് ജീവിക്കാനും ജീവിതം മൊത്തം നല്ല കൺട്രോൾഡ് ആഘോഷ രീതിയിൽ പോകാനും പറ്റും. അതുകൊണ്ടാണ് വേദഗ്രന്ഥങ്ങളിൽ പറഞ്ഞത്, ഗീതയിൽ പറഞ്ഞത്, അങ്ങനെ ആഘോഷങ്ങളും വിജയങ്ങളും ഒരുപാട് വരുമ്പോൾ അമിതമായി ആഘോഷിക്കാതിരിക്കുക. ദുഃഖങ്ങളും വരും, അങ്ങനെ ഭയങ്കര ദുഃഖങ്ങൾ വരുമ്പോൾ അമിതമായി ദുഃഖിക്കാതിരിക്കുക. ഒരു കുഴിയുണ്ടെങ്കിൽ എന്തുണ്ട്, ഒരു കുഞ്ഞുണ്ട്. അപ്പൊ നമ്മൾ ശ്രദ്ധിച്ചാണ് പോകുന്നെങ്കിൽ കുന്നീന്ന് താഴെ വീഴൂല അല്ലേ. അപ്പൊ ഈ പറഞ്ഞ പോലെ സിനിമ ജനുവരി 23 റിലീസ് ആണ്. അപ്പൊ നമ്മുടെ ഓഡിയൻസിനോട് എന്താ പറയുന്നത്, എന്ത് മെസ്സേജ് ആണ് കൊടുക്കാനുള്ളത്? തീർച്ചയായിട്ടും മെപ്സ്റ്റിക് മീഡിയയുടെ എല്ലാ പ്രേക്ഷകരും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണ്. ഞാൻ എപ്പോഴും പറയുന്ന കാര്യങ്ങൾ സത്യമാണ്. ഞാൻ പഠിച്ചിട്ടും മനസ്സിലാക്കിയിട്ടും പറയുന്ന കാര്യങ്ങളാണ്. എന്നെ വിശ്വാസമുള്ള, എന്നെ ഇഷ്ടപ്പെടുന്ന എൻ്റെ സഹോദരങ്ങൾക്ക് ഞാൻ എപ്പോൾ എവിടെ പ്രസംഗിച്ചാലും എവിടെ സന്ദേശം കൊടുത്താലും മെപ്സ്റ്റിക് മീഡിയയിലൂടെയും ഞാൻ പറയുന്നു, നിങ്ങൾ കിരാത എന്ന് പറയുന്ന സിനിമ വരുന്നുണ്ട്. വലിയ ബാഹുബലി സിനിമയൊന്നുമല്ല, കുറച്ച് കുറവുകളും കാര്യങ്ങളൊക്കെ ആണ്. പക്ഷെ ഒരുപാട് ന്യൂ കമേഴ്സിൽ ഡയറക്ടർ ന്യൂ കമറാണ്, പുതുമുഖമാണ്. പ്രൊഡ്യൂസർ ന്യൂ കമറാണ്. പ്രൊഡ്യൂസർ അവരൊക്കെ വീണ്ടും സിനിമ എടുക്കാനായിട്ട് വരണം. അതുപോലെ ആർട്ടിസ്റ്റുകൾ ഒരുപാട് പേര് യൂത്തിൻ്റെതാണ്, ന്യൂ കമേഴ്സാണ്. അങ്ങനെ പുതുതലമുറയെ ചേർത്ത് വെച്ചുകൊണ്ട് എടുത്തിരിക്കുന്ന ഈ സിനിമ തീർച്ചയായിട്ടും നിങ്ങൾ കാണുക, പ്രോത്സാഹിപ്പിക്കുക, അതിനുള്ള മെസ്സേജുകൾ എടുക്കാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങൾക്ക് ഗുണം തന്നെ ചെയ്യും. അപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ സിനിമ ഹിറ്റ് ആവട്ടെ എന്ന് ആശംസിക്കുന്നു. രജിത്തേട്ടനും ഇനി വെറൈറ്റി റോൾസിൽ നിന്ന് നമ്മുടെ മുന്നിൽ എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. എന്നാലേ കൂടുതൽ കാര്യങ്ങൾ പറയാൻ പറ്റും. കാരണം ഒരുപാട് അറിഞ്ഞ കാര്യങ്ങൾ ഇരിപ്പുണ്ട്, അത് നിങ്ങളോട് ഷെയർ ചെയ്യാം. ഇപ്പൊ ഞാൻ ഇന്ന് വരെ ഒരു ഇന്റർവ്യൂവിലും കൊടുക്കാത്ത ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നമുക്ക് കിട്ടിയത്. അപ്പൊ ഇതേപോലെ ഇനിയും ഇന്റർവ്യൂസ് തീർച്ചയായും ഞാൻ പലപ്പോഴും പറയും, എന്നെ മാക്സിമം ഉപയോഗിക്കാൻ ശ്രമിക്കും. ഇപ്പൊ ഞാൻ അമേരിക്കയിലോ യൂറോപ്പിലോ മറ്റു രാജ്യം ജപ്പാനിലൊക്കെ ആണെങ്കിൽ അവർ നമ്മളുടെ കഴിവ് അറിവൊക്കെ യൂസ് ചെയ്ത് ജനങ്ങൾക്ക് കൊണ്ടു കൊടുക്കും. ഇവിടെ അതല്ല. ഇവിടെ നമ്മൾ സത്യവും നല്ലതും പറയുകയാണെങ്കിൽ അപ്പം നമ്മളെ കീറി മുറിക്കാനും തകർക്കാനായിട്ട് വരും. എന്തായാലും മെപ്സ്റ്റിക് മീഡിയ ഒരു നല്ല വാല്യൂ ഉള്ള, നല്ല ക്വാളിറ്റിയുള്ള, ജെന്യുവൻ ആയിട്ടുള്ളൊരു മീഡിയയാണ്. അതുവഴി നല്ലതേ പ്രചരിക്കൂ എന്ന് എനിക്ക് വിശ്വാസമുള്ളതുകൊണ്ടാണ് മെപ്സ്റ്റിക് മീഡിയ ഞാൻ ചേർത്ത് പിടിച്ചിരിക്കുന്നത്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ.